കഴിഞ്ഞ 13 വർഷക്കാലമായി ഞാനും എൻ്റെ കുടുംബം അനുഭവിച്ച വേദനയ്ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഒരു അനുകൂലമായ വിധി ഉണ്ടായിരിക്കുകയാണ്. അതിനുവേണ്ടി പരിശ്രമിച്ച എൻ്റെ അഡ്വക്കേറ്റ് സോണിയ എൻ്റെ കേസിൻ്റെ മെറിറ്റ് നോക്കി ഹൈക്കോടതിയിൽ കേസ് അപ്പീൽ ചെയ്യുകയും അതിൻ്റെ ഫലമായി ബഹുമാനപ്പെട്ട മല്ലൽ ശ്രീധരൻ നായർ, എൻ്റെ എതിർകക്ഷിയായ മല്ലൽ ശ്രീധരൻ നായർ കേസ് നിന്ന് ഒഴിവാകാൻ താല്പര്യം അറിയിക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എനിക്ക് അനുകൂലമായ വിധി തന്നിരിക്കുകയാണ്. അതിന് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും ദൈവത്തോടും ഞാൻ നന്ദി പറയുന്നു. വേട്ടയാളുണ്ടായെന്നുള്ളത് നിങ്ങൾക്ക് പത്രക്കാർക്ക് അറിയാമല്ലോ എന്താണെന്നുള്ള സംഭവിച്ചെന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ടാണ്, ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ ക്രൂശിക്കാൻ വേണ്ടി എന്നെ കരുവാക്കിയതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതിനകത്ത് എന്നെ ക്രൂശിച്ചവർക്കും എന്നെ ഉപരോധിച്ചവർക്കും എനിക്ക് വേണ്ടി എന്നെ എതിർത്തവർക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നു. കാര്യം അടുത്ത സന്തോഷിച്ചല്ലേ. എനിക്ക് സന്തോഷം ഇപ്പോഴും ആയിട്ടില്ല. എന്നാൽ ഞാൻ ദൈവം സഹായിച്ച് എനിക്കൊരു വിടുതലുണ്ടായി. അതിന് ഹൈക്കോടതിയെ നന്ദി പറയുന്നു. വൈകിപ്പോയെന്ന് വെച്ചാൽ ഞാൻ അപ്പീൽ കൊടുക്കാൻ താമസിച്ചു. അതാണ് എൻ്റെ കുഴപ്പം. അപ്പീൽ കൊടുക്കാൻ വൈകിപ്പോയി, അതാണ് പറ്റിപ്പോയത്. തീർച്ചയായും. കാര്യം അദ്ദേഹം ബഹറിൽ പോയതിൻ്റെ സമയത്താണല്ലോ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, ചെല്ലാൻ പറയുന്നു, ഞാൻ ചെല്ലുന്നു. ADP ഹേമേന്ദ്രൻ എൻ്റെ ചെവിക്കടുത്ത് അടിക്കുന്നു. ആകപ്പാടെ 11 മണിക്ക് ചെന്ന് 4 മണിക്ക് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ അരമണിക്കൂറാണ് എന്നെ ചോദ്യം ചെയ്തത്. എന്നെ ചെവിക്കടുത്ത് അടിച്ചതാണ് ഹേമേന്ദ്രൻ നായർ. എനിക്ക് മനസ്സിലാകുന്നത് എന്തിനാണെന്നുള്ളത്. ഞാൻ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം ഒന്നും പറയാൻ ഇറങ്ങിയൊരു പോക്കും പോയി. എന്നിട്ടാണ് പത്രക്കാർ പറയുന്നത് ജോപ്പനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അത്രയും ഒരു നികൃഷ്ടമായ കാര്യമാണ് ഹേമേന്ദ്രൻ ചെയ്തത്. പിന്നെ എന്ത് പറയുന്നത്, ഇത്ര എനിക്ക് വേദനയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് എനിക്കൊരു നല്ല അനുകൂല വിധി ഉണ്ടായിരിക്കുകയാണ്. അതിന് ഒരുപാട് നന്ദി പറയുന്നു. സത്യം ജയിച്ചു. ഞാൻ പേര് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നില്ല. ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പത്രക്കാർക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെക്കുറിച്ച് ആരെ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആറ്റിക്കുള്ളിൽ ഉള്ളിലായിരുന്നു. ഉള്ളിലായിരുന്നു, പുറത്തല്ലായിരുന്നു. അയാളുടെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഹേമേന്ദ്രൻ കാണിച്ച ഏറ്റവും വലിയൊരു നെറികെട്ട പണിയാണ്. കാര്യം ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന ഒരാളെ അടിക്കേണ്ട ഒരു കാര്യവും ഒരു ഉദ്യോഗസ്ഥനും ചെയ്യത്തില്ല, ചെയ്യുന്ന രീതിയുമല്ല. പിന്നെ അത് ഞാൻ അതൊക്കെ അവരുടെ കാര്യം. ഞാനിപ്പം ഞാൻ അതിനെക്കുറിച്ചും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, എനിക്ക് അതിന് ഒരുപാട് നന്ദിയുണ്ട്. സാറിൻ്റെ 12-ാം തീയതി 3ാമത് വാർഷികമാണ്. അതിന് മുമ്പ് എനിക്ക് ഇത് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇത് ഞാൻ ഉമ്മൻചാണ്ടി സാറിന് സമർപ്പിക്കുന്നു.